തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക നൽകുന്നതിൽ അനിശ്ചിതത്വം. കേരള ബാങ്കിൽ നിന്ന് കടമെടുക്കാനുള്ള നീക്കവും പൊളിഞ്ഞിരിക്കുകയാണ്. തുക തിരിച്ചടയ്ക്കുന്നതിലെ ആശങ്കയെ തുടർന്ന് കേരള ബാങ്ക് ഇപ്പോൾ പിൻവലിഞ്ഞു. മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് കടമെടുക്കാനാണ് നിലവിലെ ആലോചന. ബോർഡുകൾ കടം നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ജലരേഖയായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശിക നൽകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നടക്കാത്ത കാര്യമാണ്. കാരണം ഇത് എല്ലാ കാലത്തും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു സംവിധാനമാണ് LDF ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ തന്നെ 500 കോടി രൂപ ഫണ്ടിലുണ്ട്. ഇവർ ഓരോ കാലഘട്ടത്തിലും ചെയ്യുന്ന ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലിൽ വയ്ക്കുകയും ഇപ്പോൾ 2 കാലിലും മന്ത് പിടിച്ചുകൊണ്ട് ഇവർക്ക് മുന്നേറാൻ കഴിയാത്ത വിധത്തിൽ മുടന്തി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഫലത്തിൽ കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുകളെ പറ്റിക്കുന്ന നിലപാടുകളും പ്രസ്താവനകളുമാണ് LDFിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ മാഷെടുന്നുണ്ടാകും. കടം വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. 500 കോടി രൂപ ഇപ്പോൾ കടം വാങ്ങിയിട്ടാണ് 2 മാസത്തിൽ കൊടുക്കുന്നത്. 2 മാസത്തിൽ കൊടുക്കാൻ 500 കോടി രൂപ പ്രകാരമാണ്. അപ്പോൾ അത് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. വേഗം തന്നെ ഇലക്ഷന് മുമ്പ് ആ കുടിശ്ശിക കൊടുത്ത് തീർക്കണം എന്ന് തന്നെയാണ് പാർട്ടിയും ഗവൺമെന്റും ഇടതുപക്ഷ ഒക്കെ ആഗ്രഹിക്കുന്നത്. അതാണ് അത് സംബന്ധിക്കുന്നത്. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, കേരള ബാങ്കിൽ നിന്ന് കടമെടുക്കാനായിരുന്നു ആലോചന. അത് പക്ഷേ പൊളിഞ്ഞിട്ടുണ്ട്. കേരള ബാങ്ക് പിൻവലിഞ്ഞു. മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് കടമെടുക്കാനുള്ള നീക്കം അത് ഫലം കാണുമോ? ഏതായാലും വലിയ ദുരിതത്തിൽ തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അല്ലേ? വിനീത, തീർച്ചയായിട്ടും കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് അവർ അടച്ചിട്ടുള്ള അംശാദായം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നീക്കിയിരിപ്പിന്റെ ഒരു നിശ്ചിത തുക എന്ന രീതിയിൽ ഈ ക്ഷേമനിധി ബോർഡിൽ അടച്ചിട്ടുള്ള പണം പോലും ഇപ്പോൾ തിരികെ കിട്ടാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ബഹുഭൂരിപക്ഷം പേരും CPIMന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഒക്കെ അനുഭാവികളായിട്ടുള്ള തൊഴിലാളികളാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള തോൽവിയുടെ അടിസ്ഥാനത്തിൽ വീടുകൾ കയറി എന്തുകൊണ്ട് തോറ്റു എന്ന് അന്വേഷിക്കുന്നതിനിടയിൽ പല തൊഴിലാളികളും പറഞ്ഞിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് കൃത്യമായി പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പാർട്ടിയോടും അതുപോലെ തന്നെ നേതാക്കളോടും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം തന്നെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്കിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 500 കോടി രൂപ കടം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ പണം എങ്ങനെ തിരിച്ചടക്കും എന്നുള്ള ആശങ്കയുള്ളത് കൊണ്ട് തന്നെ കേരള ബാങ്ക് ഇപ്പോൾ അല്പം ഒന്ന് പിൻവലിഞ്ഞിട്ടാണുള്ളത്, അല്ലെങ്കിൽ ആ നീക്കം ഇപ്പോൾ പാളിയ അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ 16-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ യോഗം നടന്നു. പക്ഷേ ആ പണം പോലും ഇപ്പോഴും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നത് പ്രത്യേകം കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശിക 16 മാസത്തെ കുടിശ്ശിക അത് അതുപോലെ തന്നെ കിടക്കുകയാണ്. അതിനകത്തൊരു പരിഹാരമുണ്ടാവുന്നില്ല. ഗോവിന്ദൻ മാഷ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുമെന്ന് പറയുന്നു, പക്ഷേ അത് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പറയുന്നത്. വിനീത, ശരി. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലും ഫലം കണ്ടില്ല എന്നതാണ്. കേരള ബാങ്ക് ഏതായാലും പിന്മാറിയിരിക്കുന്നു. ഇനി മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് കടമെടുക്കാനുള്ള നീക്കം അത് ഫലം കാണുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന നിലയ്ക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.